അപ്പോൾ ഹായ് ഗായ്സ്, ഇന്നിപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കിന് ഇവിടെ സ്പ്രിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷി ചെയ്യാമെന്ന്. പണ്ട് അച്ഛൻ്റെ കൂടെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ കൃഷിയിൽ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ സഹായിക്കത്തില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിക്കാൻ സഹായിക്കുമായിരുന്നു അച്ഛനെ. അപ്പോൾ ഞാൻ ഇവിടെ കുറേ വീടുകളിൽ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ തക്കാളി അല്ലെങ്കിൽ ബീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ബാക്ക് യാർഡിൽ നട്ടു വെച്ചിരിക്കുന്നു. ഇപ്പം അപ്പുറത്തെ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല, എല്ലാവരും അതിലിട്ട് അടച്ചു വെച്ചേക്കാണ്. പക്ഷേ ഞാൻ ഇപ്പം ഇങ്ങനെ നമ്മുടെ ബാക്ക് യാർഡിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് സ്പേസ് ഇങ്ങനെ കിട്ടിയത്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇങ്ങനെ കുറച്ച് നമുക്ക് ചെറുതായിട്ട് മണ്ണൊക്കെ മാറ്റി ഈ ചെടിയൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് തക്കാളിയും, പിന്നെ ഓൾറെഡി ഇവിടെ കുറച്ച് തക്കാളീൻ്റെ കുരു ഇങ്ങനെ വിതറിയിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ കിളിച്ചൊന്നും വന്നിട്ടില്ല. വേറെ കുറേ പോച്ചകളൊക്കെയാണ് ഇവിടെ കിളിച്ചു വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് സ്പേസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓൾറെഡി നിൽക്കുന്ന ചെടിയൊക്കെ പിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് തക്കാളിയുടെ തൈ നടാൻ വേണ്ടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ എൻ്റെ. അതിനുവേണ്ടി ഞാൻ കുറച്ച് പണിയായുധങ്ങളൊക്കെ ഡോളറമ്മയിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചീപ്പായിട്ട് സാധനം മേടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഡോളറമ്മ. അപ്പോൾ ഇതിനിപ്പം ഏകദേശം ഈ ഒരു ആയുധത്തിന് ഏകദേശം $2 ആയിട്ടുള്ളൂ. ഇതിങ്ങനെ കിളയ്ക്കാൻ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ കുഴിയെടുക്കാനൊക്കെ ഇത് വെച്ചിട്ട് പറ്റുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. പിന്നെ ഓൾറെഡി കുറച്ച് ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലെ മിക്കതും കരിഞ്ഞൊക്കെ പോയി. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ട് ആ വിൻ്റർ സമയത്ത് കറക്റ്റായിട്ടൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ഏകദേശം നശിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തായാലും വിൻ്ററൊക്കെ മാറി തുടങ്ങിയതുകൊണ്ട് ഞാൻ അതേ സ്പ്രിങ് നമ്മുടെ കിളികൾക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിളികളുണ്ട്. പല കളർ നല്ല ഭംഗിയുള്ള കുറേ കിളികളുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡിനും വെള്ളത്തിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം കൂടെ കണ്ടപ്പോൾ ഡോളറമെന്ന് മേടിച്ചായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് ഒരു തട്ടിൽ ഫുഡും ഇടാം, മറ്റേ തട്ടിൽ നമുക്കിങ്ങനെ അതിന് കുളിക്കാനുള്ള വെള്ളം കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അതിന് കൊടുക്കാനുള്ളതേ ഒരു കിളികൾക്കുള്ളൊരു ഫുഡും കൂടെ മേടിച്ചിട്ടുണ്ട്. വൈൽഡ് ഫിഞ്ചിന് വേണ്ടിയാണെന്നാണ് മെയിനായിട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാ കിളികളും വന്ന് തിന്നോളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അണ്ണാന്മാരൊക്കെ വന്നിട്ട് ഈ കിളികളുടെ ഫുഡ് തിന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും കിളയ്ക്കുന്ന പരിപാടി തുടങ്ങി നോക്കാം. കാരണം എനിക്ക് തോന്നുന്നത് കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെയൊക്കെ വേരൊക്കെ നല്ല താഴ്ന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഡാൻഡിലിയോൺ എന്ന് പറഞ്ഞ ചെടിയാണ്. ഈ നിൽക്കുന്ന ഈ മഞ്ഞ കളർ പൂവൊക്കെയാണ് ഡാൻഡിലിയോൺ. ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ. ഇത് പക്ഷേ ഇവിടെ ഒരു വീടായിട്ടാണ് കാണുന്നത്. ഇത് ചുമ്മാ ഇങ്ങനെ എല്ലായിടത്തും കിളിച്ച് നിൽക്കുന്നത്. ആ സൈഡിലൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഇവിടെ കാണുന്ന ഈ പൊങ്ങി നിൽക്കുന്നതെല്ലാം ഡാൻഡിലിയോണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു സാധനമായിട്ട് വരും. ഇതിങ്ങനെ നമുക്ക് പറത്തിവിടാൻ പറ്റും. നമ്മുടെ നാട്ടിലെ അപ്പുപ്പന്താടിയുടെ ചെറിയൊരു സാധനം. ഇതിന് മുന്നേ ഞാൻ വിചാരിക്കുന്ന നമ്മുടെ കിളിക്കുള്ള സംവിധാനം ഈ ഏതെങ്കിലും ഒരു റൂഫിൻ്റെ താഴെ തൂക്കിയാലോന്ന് ആലോചിക്കുന്നത്. ഇവിടെയോ അവിടെയോ തൂക്കാനാണ് എൻ്റെ പ്ലാൻ. ഇവിടെ പക്ഷേ ഷീറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ട് അത് ഫുള്ള് വെള്ളം കയറി നശിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഇവിടെ ആകുമ്പോൾ ഫുള്ള് കവാട. എനിക്ക് ഇവിടെ തൂക്കിയിടാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇത് തൂക്കിയിടാനുള്ള ഐറ്റം കൂടെ വന്നിട്ടുണ്ട്. ഈ ചെയിനകത്താണ് ഇത് നമ്മൾ അസംബിൾ ചെയ്ത് എടുക്കേണ്ടത്. അതിൻ്റെ ഫോട്ടോ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ നമുക്കൊന്ന് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കി. വലിയ പാടുള്ള പരിപാടി ഇല്ലെന്നാണ് തോന്നുന്നത്. ഞാൻ നമ്മുടെ ഐറ്റം റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ആ ഫുഡ് ഇടാനുള്ള ഇതാണ്. ഞാൻ അവിടെയും ഈ മൂലയ്ക്ക് നോക്കി, പക്ഷേ അവിടെ രണ്ടിടത്തും ആണിയില്ല. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ആണി. ഇവിടെ തന്നെ ഇത് ഓൾറെഡി ഞാൻ ആ വെള്ളം വെക്കേണ്ട ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഫുഡ് ഇടാനുള്ള. എനിക്ക് തോന്നുന്നത് ഈ ബലത്തിൽ നിൽക്കും ആണി രണ്ടും ചതിക്കില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല കാറ്റുണ്ടായതുകൊണ്ട് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇതെടുത്തിട്ട് അതിൽ ഫുഡ് ഇട്ട് നോക്കാം. ഫുഡിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേക്കും എന്തായാലും നിൽക്കാൻ ചാൻസ് ഉണ്ട്. കിളികളുടെ വെള്ളം ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുവരെ കിളികളൊന്നും വന്നിട്ടില്ല. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. വരുമായിരിക്കും. നമുക്കപ്പോൾ നമ്മുടെ ആ തൈ വെക്കാനുള്ള സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. A few
moments later. അപ്പോൾ അതേ ഞാൻ താണ്ട ഏകദേശം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സെറ്റാണത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഈ ചെടികളുടെ വേരും ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. നല്ല സാറ്റിസ്ഫൈ, നല്ല സുഖമുണ്ട് ഇങ്ങനെ ചെയ്യാൻ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രിപ്പ് ഭയങ്കര ഒരു ലൂസായിട്ട് വരുന്ന പോലെ, ഇങ്ങനെ ഊരി വരുന്ന പോലെ ഒരു ഫീലുണ്ട്. $2 പിന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി സാധനമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്തായാലും നടക്കുന്നുണ്ട്. ഈ ഇരുമ്പിൻ്റെ ഭാഗമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക. അതുതന്നെ ഇത് നല്ല വൃത്തായിരുന്നു കേട്ടോ. ഇത് നല്ല ഈ അടിക്കുന്ന വേരിൻ്റെ ചെടികളുടെയൊക്കെ വേര് നന്നായിട്ട് ഇളക്കാൻ ഈ സാധനം ഹെൽപ്പായിരുന്നു. എന്തായാലും ഇനി കഴുകി സൂക്ഷിച്ച് വെക്കാം. വേറെ എന്തെങ്കിലും നടുമ്പോൾ എടുക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു സ്പേസ് മാത്രം വൃത്തിയാക്കിയാൽ മതിയെന്ന്. കാരണം ഇത് തന്നെ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ആയിട്ടാണ് തോന്നുന്നു. പിന്നെ ഞാൻ നമ്മുടെ ചെടി കാണിച്ചു തന്നില്ല. ഇതാണ് നമ്മുടെ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ തക്കാളിയുടെ തൈകൾ. ഇതെടുത്ത് പുറത്ത് വെക്കാം. ഇതേപോലെ 4 എണ്ണത്തിന് 4 തൈകളുണ്ട്. 4 എണ്ണത്തിന് $1.99 $2 ആയതേ ഉള്ളൂ. കിളിച്ച് വന്നാൽ മതിയായിരുന്നു. അപ്പം എന്താ നമ്മൾ നല്ല സെറ്റായിട്ട് ഇതൊക്കെ നട്ട് കഴിഞ്ഞു. ഞാൻ പിന്നെ ഇത് നമ്മുടെ ഈ ചോപ്പ് സ്റ്റിക്ക് പോലത്തെ എന്തോ ഐറ്റം ഞാൻ ഡോളറുമായി കണ്ടപ്പോൾ മേടിച്ചതാണ്. കാരണം ഇവിടെ നമ്മുടെ ഈ പുല്ല് ചെത്താൻ വരുന്ന ആൾ ചിലപ്പം അറിയാണ്ട് നമ്മുടെ തക്കാളിയും കൂടെ വെട്ടിക്കളഞ്ഞാലോ. അപ്പോൾ ഇതൊരു ബൗണ്ടറി പോലെ ഇങ്ങനെ ഞാൻ ചുമ്മാ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മളെന്താ ഈ ബാർബിക്യൂ ചിക്കനോ അതങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ആ ചിക്കൻ ഇങ്ങനെ കയറ്റി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റിക്ക് അത്. പിന്നെ ആ ഒരു ഭംഗിക്ക് നമ്മുടെ ആ ഒരു തക്കാളിയുടെ കൂടെ കിട്ടിയ സ്റ്റിക്കറും കൂടെ അവിടെ ഒട്ടിച്ച് വെച്ച്, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ട് കഴിയുമ്പോഴത്തേക്കിന് അത് വളരുന്നുണ്ടോ, അതിലിങ്ങനെ കായൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമല്ലേ. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം.